നമസ്കാരം. നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ ഒരു പ്രത്യേക ദേവതയെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് ജീവിതത്തിൽ നേടാം എന്ന് നോക്കാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരിൽ അതിനുള്ള റിസൾട്ട് വരും എന്നതിൽ സംശയമില്ല. തടസ്സങ്ങൾ മാറുന്നതിനും ഉദ്യോഗലബ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ദൈവഭാവം ഹനുമാൻ സ്വാമിയാണ്. സാധാരണക്കാർക്ക് ചെയ്യുവാൻ കഴിയുന്ന പ്രാർത്ഥന രീതി ആണിത്. സ്ത്രീകൾക്കും ചെയ്യുവാൻ കഴിയുന്നതാണ്. ഉദ്യോഗ നേട്ടത്തിനും തടസ്സങ്ങൾ മാറുന്നതിനും വേണ്ടി ഹനുമാൻ സ്വാമി പ്രാർത്ഥന എങ്ങനെയാണ് ചെയ്തു തുടങ്ങേണ്ടത് എന്ന് നോക്കാം. പ്രാർത്ഥന തുടങ്ങുന്നതിന് വേണ്ടി ഒരു വ്യാഴാഴ്ച ദിവസമാണ് തിരഞ്ഞെടുക്കേണ്ടത്. രാമനാമം ഉള്ളിടത്തു ഹനുമാൻ സ്വാമി ക്ഷിപ്രപ്രസാദിയാണ്. ആകയാൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ രാവിലെ ദർശനം നടത്തി രാമനാമം ജപിച്ച് പ്രാർത്ഥന ചെയ്യണം. ദർശനം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം പൂജാ റൂമിലോ അല്ലെങ്കിൽ ശുദ്ധിയുള്ള സ്ഥലത്ത് 5 തിരിയുള്ള നിലവിളക്ക് കൊളുത്തി ആത്മാർത്ഥമായി 108 പ്രാവശ്യം ശ്രീരാമജയം എന്ന് ജപിക്കുക. ജപിക്കുമ്പോൾ നടു നിവർന്നിരുന്ന് വേണം ജപം തുടങ്ങുവാൻ. ശ്രീ പരമേശ്വരൻ താരകമന്ത്രം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള നാമമാണ് ശ്രീരാമജയം. ദുരിതങ്ങൾക്കും ആഗ്രഹ സാഫല്യത്തിനും അതുപോലെ ബിസിനസ് പരമായ നേട്ടത്തിനും വളരെ ഉപയുക്തമായ നാമമാണ് ശ്രീരാമജയം. 108 പ്രാവശ്യം ശ്രീരാമജയം നാമജപം കഴിഞ്ഞ ശേഷം ഹനുമാൻ സ്വാമിയായിട്ട് കടക്കാം. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാചാത്മജം വാനരയുദ്ധമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഇതാണ് മന്ത്രം. എല്ലാവർക്കും ഒരുപക്ഷെ അറിയുന്ന മന്ത്രം തന്നെയായിരിക്കും. ഈ മന്ത്രം 27 പ്രാവശ്യം ജപിക്കുക. ഈ ഒരു പ്രവർത്തന രീതി ഒരു വ്യാഴാഴ്ച ദിവസം തുടങ്ങി 21 ദിവസം പൂർത്തിയാക്കുക. രാവിലെയും അതുപോലെ വൈകുന്നേരവും ചെയ്യണം. ഒപ്പം ശുദ്ധിയോടെയും നല്ല വിശ്വാസത്തോടും കൂടി ചെയ്തു പൂർത്തിയാക്കുന്നവരിൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ ഫലസിദ്ധി വരികയും ചെയ്യുന്നതാണ്. സ്ത്രീ ജനങ്ങൾക്ക് വ്രതം തുടങ്ങി ശാരീരിക ബുദ്ധിമുട്ട് വരുന്ന ദിവസം പ്രാർത്ഥന നിർത്തി ശേഷം ശരീരം ശുദ്ധിയാകുന്ന ദിവസം മുതൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പ്രാർത്ഥന തുടങ്ങി 27ാമത്തെ ദിവസം ആകുമ്പോൾ ക്രിയാപദ്ധതി പൂർത്തിയാകും. 27ാമത്തെ ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി 51 എണ്ണം വെറ്റില ചേർത്ത് വെറ്റിലമാല ഉണ്ടാക്കി അത് ഭഗവാന് സമർപ്പിക്കുക. ഇതിലൂടെ ക്രിയാപദ്ധതി പൂർത്തിയാകും. ക്ഷേത്ര ദർശനം ഒരുപക്ഷെ നടത്തുവാൻ അസൗകര്യം ഉള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കഴിയുന്ന അന്നേ ദിവസം വൈകുന്നേരം നിലവിളക്കിന് മുന്നായി വെറ്റിലമാല ഒരു ഇലയിൽ വെച്ച് ഹനുമാൻ സ്വാമിക്ക് സമർപ്പണം ചെയ്യുക. ഒരുപക്ഷെ വെറ്റിലമാല അല്ലെങ്കിൽ വെറ്റില കിട്ടില്ല എന്നുണ്ടെങ്കിൽ വെളുത്ത പുഷ്പങ്ങളും സമർപ്പണത്തിനായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഭക്തിയോടുകൂടി വിളിച്ചാൽ ക്ഷിപ്രപ്രസാദിയാണ് ഹനുമാൻ സ്വാമി. നിങ്ങളുടെ ഏതു നല്ല ആഗ്രഹങ്ങൾക്കും ഈ പ്രാർത്ഥനാക്രമം ചെയ്യാവുന്നതാണ്. വിശ്വാസം ഉള്ളവർ കൃത്യമായി ചെയ്താൽ അതിനുള്ള ഫലം ഉറപ്പായും കിട്ടും. ഏവർക്കും നല്ല ഫലങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.